സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ഡ്രൈവിന് പോവാണ്. അപ്പോൾ അതുവഴി കറങ്ങി ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതാണ്. കൊല്ലത്തിലുള്ള സുപ്രീം സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത്. എന്താ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ഐറ്റമാണ് പൈനാപ്പിൾ. ഫസ്റ്റ് നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ നല്ല പഴുത്ത നോക്കിയൊരു പൈനാപ്പിൾ തന്നെ ഞാൻ ചൂസ് ചെയ്തെടുത്തു. പിന്നെ ഇതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹോബിയാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളിലെല്ലാം പോയി തൊടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലതെടുത്ത് വെക്കും, അത് കഴിഞ്ഞിട്ട് ബില്ലിംഗ് സെക്ഷൻ ആവുന്ന നേരം അതെടുത്ത് വീണ്ടും തിരിച്ചു മാറ്റും. അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരാവശ്യവും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിലും അതിനകത്ത് പോയി ഒന്ന് കൈയിട്ട് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കാണില്ല. പിന്നെ ഇങ്ങനെ സൈഡിൽ വന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇതായിരിക്കുന്നു ഐസ്ക്രീം പൗഡർ. അപ്പോൾ ഒരു കൊതി അതും എടുക്കാമെന്ന് വിചാരിച്ച് അതും എടുത്ത്. പിന്നീട് മെയിൻ സാധനം പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ജാം. പിന്നെ ഞാൻ വിചാരിച്ച് മാങ്ങ പുഡിങ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ അതൊരു വലിയ അബദ്ധമായി പോയി ഗൈസ്. മാങ്ങ കിലോ 700 രൂപ വില. എന്ത് കത്തിയല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി. കാരണം നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കേക്ക് വേണം, വാനില കേക്ക് വേണം. അപ്പം വാനില കേക്ക് നോർമൽ കേക്കാണ് എൻ്റെ ആഗ്രഹമെങ്കിലും ഈ ഒരു കേക്ക് ഞാൻ എടുത്തു, പ്ലം കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം, അടിപൊളി ടേസ്റ്റാണ്. സുപ്രീമിലെ പ്ലം കേക്ക് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ, കിടിലൻ ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള 1 kg വാനില കേക്ക് ഞാൻ എടുത്തു. നമ്മുടെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനമാണ്. അത് എല്ലാം കഴിഞ്ഞു. നമ്മളിതിപ്പോൾ ബില്ലിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ ഓരോന്നായി പറക്കി കൊടുത്ത് ബില്ലടിക്കുന്നുണ്ട്. ഏകദേശം എനിക്കൊരു 1200 എന്തോ ആയെന്ന് തോന്നുന്നു ടോട്ടൽ. അപ്പോൾ ഇതാണ് കൊല്ലത്തിലുള്ള നമ്മുടെ സുപ്രീം സൂപ്പർ മാർക്കറ്റ്. അടിപൊളി സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പം വരാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞതാ നമ്മളിങ്ങനെ തിരിച്ചിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുഡ് ഇപ്പോൾ പള്ളിമുക്ക് ഏരിയയില്ലേ, കൊല്ലം പള്ളിമുക്ക് ഏരിയ വഴിയാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വഴിയെല്ലാം കുറേ ഹോട്ടൽസ് ഉണ്ട്, പക്ഷേ എവിടെ കയറണം എന്നുള്ളത് ഒരൈഡിയയില്ല. അത് അതിനിടയ്ക്ക് മ്യൂസിക്കൊക്കെ പ്ലേ ആവുന്നുണ്ട്. ലൈക്ക് ഒരു നൈറ്റ് ആയതുകൊണ്ട് തന്നെ സിറ്റി ഫുൾ എന്താ പറയുക, ലൈറ്റ്സൊക്കെ ആയിട്ട് തന്നെ നല്ലൊരു ഓൺ വൈബാണ്. എല്ലാവരും വഴിയിൽ തന്നെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകണം. എനിക്കിങ്ങനെ ഉള്ള നൈറ്റ് ഡ്രൈവ്സൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് ആ ഒരു റെയിനും കൂടെ ഉണ്ടെങ്കിൽ എന്താ അന്തസ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തി. ഇതൊരു ഷവർമ്മ ഷോപ്പാണ്. അപ്പം ഞാനിങ്ങനെ മെനു ഒക്കെ വലിയ കാര്യത്തിൽ പഠിച്ചതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫുൾ ചിക്കൻ ഷവർമ്മ നോക്കിയിട്ട് ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം പോസ്റ്റായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവസാനം ഷവർമ്മ എത്തി ഗൈസ്. ഷവർമ്മ എത്തി. അതെന്തോന്ന് അറിഞ്ഞൂടാ, പൊതിഞ്ഞുകൊണ്ട് വന്നു മൊത്തത്തിൽ. അപ്പോൾ പൊതിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇതെന്താ സംഭവം എന്നറിയാണ്ട് അത് മൊത്തത്തിൽ തുറന്നു നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായ അബദ്ധമായെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡീസൻ്റായിട്ട് മേളിലത്തെ കുറച്ച് ഭാഗം പേപ്പർ കട്ട് ചെയ്തിട്ട് പതുക്കെ കഴിച്ചു. ഷവർമ്മ അങ്ങോട്ട് വായി വെച്ചപ്പോൾ ആദ്യം ഒരു നല്ല ഒരു ടേസ്റ്റ് അല്ലായിരുന്നു. പക്ഷെ അങ്ങ് ഉള്ളിലോട്ട് ചെന്നപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായി. ഈ എരി കാണുന്നതിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങി. പക്ഷേ എലിയുള്ള ഷവർമ്മ ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീം മസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു ഐസ്ക്രീം കഫേ ആണത്. അവിടെ വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് അവൈലബിൾ ആണ്. ശരിക്കും ഈ സ്പോട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരു നൈറ്റൊക്കെ വന്നിട്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ അടിപൊളി ഒരു വൈബാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം.